ഗുഡ് ഈവനിങ് ഓൾ. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് ആദ്യം നമ്മൾ പറഞ്ഞ മാതിരി ഭൂമിയെ തൊട്ടുള്ള ബിസിനസ്സാണ് റിയൽ എസ്റ്റേറ്റ്. ഈ റിയൽ എസ്റ്റേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ വളരെ സത്യസന്ധമായി ചെയ്യണം. കാരണം നമ്മൾ ഭൂമിയോടുള്ള ഒരു ബഹുമാനമാണ് കാണിക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റിയൽ എസ്റ്റേറ്റിൽ സക്സസ് ആകും, അതിൽ സംശയം വേണ്ട. പക്ഷേ സത്യസന്ധമായി നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്ത് തുടങ്ങാം. ആദ്യമായി നമ്മൾ ആ ഏരിയയെക്കുറിച്ച്, നമ്മൾ എവിടെ ആരംഭിക്കുന്നു ആ ഏരിയയെക്കുറിച്ച് വളരെ സ്റ്റഡി ചെയ്യുക. അവിടുത്തെ പുതിയ ഡെവലപ്മെൻറ്റ് എന്താണ്, പഴയ വില എന്തായിരുന്നു, ഇപ്പോൾ പുതിയ വില എന്താണ്, എത്ര വർഷം കൊണ്ടാണ് അവിടെ അപ്രീസിയേഷൻ ആകുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കുക. എന്ന ശേഷം സപ്പോസ് നിങ്ങൾക്കൊരാൾ ഒരു സ്ഥലം വിൽക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു വീട് വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് അവരെ നിങ്ങൾ വിളിച്ച് ഇന്ന സാർ നമസ്കാരം, അതെ സാർ ഇങ്ങനെ സാറിൻ്റെ ഒരു പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അതും ഞങ്ങൾ ഈ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. കാരണം ബയേഴ്സ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല സാർ. കഷ്ടപ്പെട്ട് വാങ്ങുന്നൊരു ഭൂമി വിൽക്കുമ്പോൾ മാക്സിമം പ്രൈസ് ലഭിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു സമീപനമാണ് സാർ ഞങ്ങൾ ചെയ്യുന്നത്. സാറിന് ഞങ്ങളുടെ സർവീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ചെയ്തു തരാം. എന്നാൽ പിന്നെ പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, സാറിന് അർജൻറ്റാണോ വിൽക്കേണ്ടത്? കാരണം കുറച്ചും കൂടെ താമസിച്ച് വിൽക്കുന്നെങ്കിൽ ഒരു 6 മാസം കൊണ്ട് ഇന്ന സ്ഥലത്ത് ഇത്രയും ഡെവലപ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ടീമെല്ലാം പോയി നോക്കിയതാണ്, നമ്മളെ മുനിസിപ്പാലിറ്റിയിലെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്രയും ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ വില നമുക്ക് കൂടുതൽ കിട്ടും. സാറൊന്നൊരു 6 മാസം ഒന്ന് വെയിറ്റ് ചെയ്യേ. അല്ല, സാറിന് അർജൻ്റ് ആണെങ്കിലും നമ്മുടെ ഓൾറെഡി അതിനുള്ള ലീഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് സാറിന് ഇത് കുറച്ച് പിടിച്ചേക്കാൻ കഴിയണമെങ്കിൽ ഇനിയും കുറച്ച് വില നല്ലതല്ല സാർ തരുന്നത്. അങ്ങനെയാണ് സാറിനൊന്ന് ഞാൻ നാളെ വീട്ടിലോട്ട് വന്ന് കാണാം. ഓക്കെ, താങ്ക് യു. സാർ ഗുഡ് ആഫ്റ്റർനൂൺ. എന്നാണ് കമ്പനിയിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലോ സാർ ഫോണിൽ. ശരി. സാർ ഞാനൊന്ന് ഓപ്പണായി പറയാൻ കാരണം, ആരാണെങ്കിലും ഒരു ഭൂമി വിൽക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങളത് മാക്സിമം പ്രൈസ് കിട്ടാൻ എന്തെല്ലാം വഴികളുണ്ടോ അത്രയും വഴികളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് സാർ കാണാൻ ഞങ്ങളുടെ എല്ലാ പരസ്യങ്ങളും എല്ലാ മാഗസീൻസിലും അല്ലെങ്കിൽ യൂട്യൂബിലും നിരവധി സ്ഥലത്ത് ഞങ്ങൾ പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്ത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ലീഡ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് മാക്സിമം വില കിട്ടൂ. ആ രീതി. അതില്ലാതെ ഞങ്ങൾക്ക് ഒരുപാട് ഏജൻസികളുണ്ട്, അവരും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. നാഷണലും ഇൻ്റർനാഷണലുമായ ഡിജിറ്റൽ ന്യൂസിലും എല്ലാം നമ്മുടെ പരസ്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്കൊരു കൂടുതൽ ആൾക്കാരെ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ വിലയുടെ കാര്യത്തിൽ ഇടിവ് വരുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ചോദിച്ച വില കിട്ടണം. അതാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സാറിനോടും പറഞ്ഞാൽ കുറച്ച് വില കിട്ടിയിട്ട് ഇത് വെക്കുക എന്ന്. അല്ല, വീടൊന്ന് നോക്കിക്കോ. ശരി സാർ, നോക്കാം. ഓക്കെ സാർ, താങ്ക് യു സാർ. ഞാൻ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. സാർ അർജൻറ്റാണെങ്കിൽ മാത്രം പെട്ടെന്ന് പറയുക, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് ഡേ ഒരു ഫോൺ വിളിച്ച്, സാർ താങ്ക്സ് സാർ, സാർ തന്ന വലിയൊരു സ്വീകരണമായിരുന്നു, വളരെ സന്തോഷമുണ്ട് സാർ. അപ്പോൾ സാറിൻ്റെ ഡിസിഷൻ എന്താണ്? ഉടൻ തന്നെ വിൽക്കുന്നതാണോ? അല്ല കുറച്ച് സമയം എന്നാൽ കുഴപ്പമില്ല. പക്ഷേ ചെറിയ കറക്ഷൻസൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സാറിൻ്റെ പ്രോപ്പർട്ടി അത്ര നന്നായിട്ടുണ്ട്. റോഡിൻ്റെ സൈഡിലാണ്, എല്ലാവിധ സൗകര്യങ്ങളും ഞാൻ നോക്കിയപ്പോൾ അത്ര നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡും നന്നായിട്ടുണ്ട്. ഗാർഡൻ ചെയ്യുന്നവർക്കും അതിലാണ്. അങ്ങനെ പല രീതിയിൽ നോക്കിയാൽ സാറിൻ്റെ പ്രോപ്പർട്ടി വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ചെറിയ കറക്ഷൻസ് ഞാൻ നോക്കിയപ്പോൾ സാറിന് ചെയ്യാൻ കഴിയണമെങ്കിൽ അതും കൂടെ നമുക്ക് വില കൂട്ടാൻ കഴിയും. കാരണം ആ രീതിയിൽ എന്തെങ്കിലും ഒന്ന് മാറ്റങ്ങൾ വരുത്തിയാൽ നന്നായിരിക്കും. ബുദ്ധിമുട്ടില്ലെങ്കിൽ സാർ അത് ചെയ്തു തന്നാൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ വില മെച്ചപ്പെടുത്തി തരാൻ പറ്റും. സാർ ചോദിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വില കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങളവിടെ കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ ഞങ്ങളത് തീർച്ചയായും ചെയ്തു തരാം സാർ. ഓക്കെ. എന്നാൽ പിന്നെ സാറിനെ വിളിക്കുക. ഭാവി കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ച് ചെയ്യാം സാർ. ഈ പറഞ്ഞ മാതിരി ഒരു 3 മാസം കഴിഞ്ഞ് ഞാൻ സാറിനെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോഴത്തെ നിലപാടനുസരിച്ച് ചെയ്യുക. അല്ല, പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ സാർ പറയുക. അത് എപ്പോൾ വേണമെങ്കിൽ വിളിക്കുക. നമ്മുടെ ആൾ റെഡിയാണ്, വന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് തരുന്നതാണ്. അതുകൊണ്ട് എല്ലാ പേപ്പേഴ്സും ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങളുടെ അഡ്വക്കേറ്റിനെ വെച്ച് നോക്കണം. ഞങ്ങൾ അഡ്വക്കേറ്റ് നോക്കുന്നുണ്ട്. അതും ചെയ്താലും എന്നാൽ കൂടെ ഡബിൾ ചെക്ക് ചെയ്യണം. സാറിന് അറിയുന്ന ആൾക്കാരുമായിട്ടും സംസാരിക്കുക. ഞങ്ങളുടെ തരുന്ന വില നല്ല വിലയാണോ എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം നമുക്ക് ഈ കച്ചവടം ചെയ്തു തരാം. ഞങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് മാക്സിമം പ്രൈസ് വാങ്ങിത്തരാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. താങ്ക് യു സർ.